നമസ്കാരം. ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. പാസ്റ്റ് ലൈഫ് അസ്ട്രോളജിയിൽ പൂർവജന്മ കർമ്മയിൽ ഓരോ ആത്മാക്കളും എന്തുവിധമാകുന്ന തെറ്റുകൾ ചെയ്താൽ ഏതേത് നക്ഷത്രങ്ങളിലേക്ക് പിറക്കും എന്നുള്ള വിഷയത്തിൽ ഇന്ന് നമ്മൾക്ക് ചന്ദ്രൻ എന്ന ഗ്രഹത്തിൻ്റെ കർമ്മശാപം കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളെപ്പറ്റിയും ചന്ദ്രശാപം ഏറ്റ നക്ഷത്രങ്ങളെപ്പറ്റിയും ഫലത്തെപ്പറ്റിയും നമുക്ക് ചിന്തിക്കാം. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഈ നക്ഷത്രത്തിലേക്ക് ആത്മാക്കൾ പിറക്കണം എങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ ഇൻദോർ, മാതൃസുവാസനി, ഭഗവതി, കോപാൻ, മനോദോഷത, മാതാവിനെ മാതൃസ്ഥാനത്തുള്ളവരെ വിഷമിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ അത് കാരണം അവരുടെ ശാപം വാങ്ങുകയോ, ഭർത്താവുണ്ടായിട്ടും ആ ഭർത്താവുമായുള്ള ജീവിതത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള കാരണമാക്കപ്പെടുകയോ, അതായത് ഒരു കുടുംബജീവിതത്തിനകത്ത് ഇടപെട്ട് അവരുടെ ജീവിതത്തെ പ്രശ്നങ്ങളിലേക്ക് ആക്കുവാനായിട്ട് കാരണമാകുകയോ, സ്ത്രീകളെ ചതിക്കുകയോ ദ്രോഹിക്കുകയോ, വിധവകളാക്കുവാനായിട്ട് കാരണമാവുകയോ, അതായത് അവരുടെ ഭർത്തൃസ്ഥാനത്തിന് ഹാനി സംഭവിക്കാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക, അതായത് ഭർത്താവിനെ കൊല്ലുക, അല്ലെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ കാരണമാകുക, ഇങ്ങനെയുള്ളതിന് കാരണക്കാരാവുകയോ, ആചരിച്ച കുലദൈവങ്ങളുടെ ആചാരങ്ങളെ ലംഘിക്കപ്പെടുത്തുകയോ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ ദ്രോഹിക്കുകയോ, മാനസികമായി ദുഃഖം അനുഭവിക്കുവാനായിട്ട് കാരണക്കാരാവുകയോ ചെയ്യുന്ന ആളുകൾ ചന്ദ്രൻ്റെ ശാപമേറ്റ് ഈ നക്ഷത്രങ്ങളിലേക്ക് പിറക്കും. ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഈ നക്ഷത്രത്തിൽ പിറക്കുന്ന ആൾക്കാർ മാതാവിനെയും മാതൃസ്ഥാനത്തുള്ളവരെയും ബഹുമാനിക്കുകയും വേണ്ടുന്നവണ്ണം നല്ലതുപോലെ ശുശ്രൂഷിക്കുകയും ചെയ്യണം. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് സഹായ കർമ്മകാര്യങ്ങൾ വേണ്ടുന്നവണ്ണം ചെയ്തു കൊള്ളാം. അതായത് വിവാഹ ജീവിത ദുഃഖം അനുഭവിക്കുന്നവർക്കും അല്ലെ കല്യാണം നടക്കാനായിട്ട് ദുഃഖം അനുഭവിക്കുന്നവർക്ക് കല്യാണം നടക്കുന്ന കാര്യങ്ങൾക്കുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം, കല്യാണം നടത്തി കൊടുക്കാം. കുലദൈവങ്ങളെ നല്ലതുപോലെ ആചരിക്കേണ്ടിയിരിക്കും. മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർ, അതായത് ഭ്രാന്ത് പോലെയുള്ള ആൾക്കാരും